2026 ആരംഭം മുതൽ ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ, മംദാനിയുടെ ന്യൂയോർക്കിലെ മേയർ സ്ഥാനം ആരംഭിച്ചത് മുതൽ ഈ പറയുന്ന ട്രംപിന് വന്ന മാറ്റം, ഇത് ട്രംപിന് ജനപ്രീതി നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു യുദ്ധം കോപ്പുകൂട്ടുകയാണ്. എന്താണ് ട്രംപിന് ഇപ്പോൾ ഈ 2026 സ്റ്റാർട്ടിങ് മുതലേ അദ്ദേഹം കാണിക്കുന്ന ഒരു വിഭ്രാന്തി ലോകത്തോട്? അങ്ങനെയല്ല അതൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മമദാനി ജയിക്കുന്നത് കൊണ്ടൊന്നും ഉള്ള കാര്യമൊന്നും അല്ല ട്രംപിന്റെ കാര്യമൊന്നും. അപ്പൊ ഗുജറാത്തിൽ നടത്തിയ കാര്യങ്ങളൊക്കെ അതുപോലുള്ള പ്രശ്നങ്ങളാണ്. ഒന്നുമല്ല, അധികാരത്തിൽ വരുന്നതിനും നിലനിർത്തുന്നതിനും അവരുടേതായ ആശയങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ലോകം അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ട്രംപ് ചെയ്യുന്നതല്ല, അത്രയേ ഉള്ളൂ. അമേരിക്കൻ ഗവൺമെന്റ് എന്ന് നമ്മൾ പറയുന്നത് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരായാലും റിപ്പബ്ലിക്കൻ പ്രസിഡന്റുമാരായാലും അവരെല്ലാവരും ഒരേപോലെ തന്നെയാണ് പെരുമാറുന്നത്. അല്ല, തെറ്റായിട്ടൊന്നായിരിക്കും. നമ്മൾ നോബൽ പ്രൈസ് കിട്ടിയ ഒബാമയുടെ കാലത്ത് ബോംബ് ചെയ്ത് കൊന്നത്രയും ശരിക്കും പറഞ്ഞ മറ്റുള്ളവർ കൊന്നിട്ടില്ലെന്നും കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ പാകിസ്ഥാനിന്റെ അനുവാദം ഇല്ലാതെ അവിടെ ഇറങ്ങി ബിൻ ലാദനെ കൊല്ലുന്ന അത് ഒബാമയുടെ കാലത്തല്ലേ. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് ഇപ്പം വെനസ്വേലയിലെ അയാളെ പിടിച്ചോണ്ട് പോവുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് അമേരിക്കക്കാർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. നമ്മളെല്ലാം ഇങ്ങനെ അറിയുന്ന അത് ഇപ്പോഴാണ് നമ്മൾ ഇത്രയധികം ഈ സോഷ്യൽ മീഡിയയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. അല്ലെങ്കിൽ കൊളംബിയയിലൊക്കെ അവർ എത്രയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ കാര്യമൊന്നുമല്ല. ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മുഖം വ്യക്തമാക്കി തരുന്നു എന്നുള്ളത് പോലെ അറിഞ്ഞാൽ മതി. ഞാനിതിൽ ഈ മംദാനിന്റെ വിഷയം എടുത്തിടാൻ കാരണം ഇദ്ദേഹത്തിന്റെ ജനകീയ പിന്തുണ നഷ്ടപ്പെടുന്നു, ട്രംപിന്റെ ജനകീയ പിന്തുണ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് പൊതുവേ ഈ സ്വേച്ഛാധിപതികൾ ചെയ്യുന്നൊരു പരിപാടി, സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാൻ വേണ്ടി യുദ്ധത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതി നമുക്ക് ലോകത്ത് ഇപ്പൊ എല്ലായിടത്തും കാണാൻ കഴിയുന്നില്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് ഇത് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നമ്മുടെ നാട്ടിനകത്ത് പൊതുവെ ഒരു ഇടതുപക്ഷ ബോധത്തോടെ ലോകത്തോട് നോക്കുന്ന സമയത്ത് മമദാനിയുടെ വിജയം, ന്യൂയോർക്കിലെ വിജയം ഒരു മേയറുടെ വിജയം മാത്രമല്ല, ഒരു സ്റ്റേറ്റിന്റെ അകത്തെ ഗവർണർ പോലും അല്ലെന്നറിയണം. അതൊക്കെ അവിടെ ജയിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒന്നുമല്ല. അതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ ബോധത്തോടെ ലോകത്ത് കാണുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഭാഗമായി കാണുന്നു എന്നുള്ളതല്ലാതെ ഈ രാജ്യത്ത് ആൾക്കാരെ സംബന്ധിച്ചുള്ള അതൊന്നും അവർ അറിയുന്ന പോലും ഉണ്ടാകത്തില്ല. അതത്രയും നമ്മൾ കാണണം. അപ്പം അതൊന്നും വിരളി പഠിപ്പിച്ച്, ഇങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, വിരളി പഠിപ്പിച്ച് അവർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് മുഴുവനും. എന്ന് പറഞ്ഞാൽ ലോകത്തെ നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. ലോക രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയ ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. ആ നിയമവ്യവസ്ഥ എന്ന് പറയുന്നതിന്റെ ഒരു മൂർത്ത രൂപമായിരുന്നു നമുക്ക് UN എന്ന് പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്. ആ യുണൈറ്റഡ് നേഷൻസിനെ ഉണ്ടാകുകയും ലോക കോടതി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇങ്ങനെ പൊതുവേ രാജ്യങ്ങൾ പരസ്പരം എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നും, അതേപോലെ തന്നെ ഒരു രാജ്യം തൊട്ടടുത്ത രാജ്യത്തെടുത്ത് മോശമായി എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കിയാൽ അതിനകത്ത് കുറ്റപ്പെടുത്തുന്ന നിലവാരത്തിൽ അവർക്കെതിരെ നിയമ നടപടി എന്നുള്ള നിലവാരത്തിലായിരുന്നു സാങ്ഷൻസ് എന്ന് വിളിക്കപ്പെടുന്ന എക്കണോമിക് സാങ്ഷൻസ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം UN-ന്റെ അപ്രൂവലോടെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അതുപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായി അവിടെ ഒരു കലാപം ഉണ്ടായാൽ അവിടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നുള്ള നിലവാരത്തിൽ എല്ലാ രാജ്യത്തു നിന്നുള്ള പട്ടാളക്കാർ അവിടെ പോയി അതിനിടയ്ക്ക് നിന്ന് ഒരു തടസ്സമായി മാറുക എന്ന് പറയുന്നത് ഒക്കെ ചെയ്തായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ഒരു 60-70 വർഷം UN ഉണ്ടായതിനു ശേഷം ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടൊക്കെയായിരുന്നു നിന്നിരുന്നത്. അതേപോലെ തന്നെ UN എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തിനകത്തു നിന്ന് മാത്രമല്ലാതെ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകളെ റൊട്ടേറ്റ് ചെയ്ത് അതിന്റെ തലസ്ഥാനത്ത് അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ട് മാറ്റുക. നമുക്ക് ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ
ബർമയെന്ന് ഊത്താണ്ട് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അന്ന് ബർമ എന്ന് പറയുന്നത് നമ്മൾ മയാൻമാർ എന്ന് വിളിക്കുന്ന രാജ്യം. അവിടുന്ന് ഒക്കെ കൊച്ചു രാജ്യത്തിന്റെ റെപ്രസെന്റേഷൻസ് പോലും അവിടെ ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന നിലവാരത്തിലെല്ലാം ചെയ്തിരുന്നതാണ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ജനറൽ സ്ഥാനമൊക്കെ. അപ്പൊ ഒരു കോണ്ടിനെന്റിനകത്ത് ഒരാളെ എടുക്കുക എന്നുള്ള കാര്യം, രാജ്യങ്ങൾ എന്നുള്ളതല്ലായിരുന്നു, ഒരു കോണ്ടിനെന്റിനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അവർ ചെയ്തിരുന്നത്. ഇതുപോലുള്ള നീതിബോധത്തോടെയൊക്കെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള മനുഷ്യ ലോക നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വശമുണ്ട്. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കേന്ദ്രത്തിൽ, UN-ന്റെ കേന്ദ്രത്തിനകത്ത് വളരെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കേന്ദ്രം അതിനുണ്ട്. അത് സെക്യൂരിറ്റി കൗൺസിൽ എന്നാണ് അതിന് പറയുന്നത്. ആ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന സാധനം, അതിനകത്ത് ഒരു 5 പേര് ഇരുന്ന് അവര് സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഇരുന്നിട്ട് വീറ്റോ എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പം ആ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഇരിക്കുന്ന വീറ്റോ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ആദ്യമേ തന്നെ ജനാധിപത്യപരമായി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഘടകവിരുദ്ധമായ ഒരു കേന്ദ്രമാണ്. അതിന്റെ മുകളിൽ ജനറൽ സെക്രട്ടറി ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അയാൾക്ക് ഈ വീറ്റോയ്ക്ക് മറുപടിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴാണ് 182 രാജ്യമോ അങ്ങനെ മറ്റോ ആണ് ഉള്ളത്. ഈ രാജ്യങ്ങളിലെല്ലാം ഉള്ളവരെല്ലാവരും കൂടെ അതിനകത്തൊരു 150 രാജ്യം വരെയൊക്കെ സമ്മതിച്ചിട്ടുള്ള 100 കണക്കിന് നിയമ നടപടികൾ ഉണ്ടായതെല്ലാം ഈ 5 പേരിരുന്ന് വീറ്റോ ചെയ്യുക എന്ന് പറയുന്നത്. അത് റഷ്യയെ ഏറ്റവും കൂടുതൽ വീറ്റോ ചെയ്തിട്ടുണ്ട്, അമേരിക്കയും വീറ്റോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവരൊക്കെയാണ് വീറ്റോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ കേന്ദ്രമാണ്. UN-ന്റെ ഇന്ന് നമ്മൾ കാണുന്ന അപ്രസക്തമാക്കി കളയുന്ന, UN-ന്റെ പൊതു തീരുമാനത്തിനെ അപ്രസക്തമാക്കി കളയുന്ന ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. പക്ഷെ പൊതുവെ ഇത് രൂപപ്പെടുത്തുന്ന സമയത്ത് വീറ്റോ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ എന്ന് പറഞ്ഞാൽ ഏറ്റവും മറ്റൊരു വഴിയുമില്ല എന്ന് വരുന്ന സമയത്ത് മാത്രം ചെയ്യാനായിട്ട് വെച്ചിരുന്നതാണെങ്കിലും പിൽക്കാലത്ത് അങ്ങനെയല്ല. പൊതുവായി പക്ഷങ്ങളുള്ള എന്ന് പറഞ്ഞാൽ ഈ കോൾഡ് വാർ എന്ന് നമ്മൾ പറയുന്ന കാലത്ത് USSR ഉണ്ടായിരുന്ന സമയത്തും ആ സമയത്ത് 2 ലോബിയായിട്ട് ലോകം മാറുന്നു. ഇതിന്റെ നടുവിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ചേരിചേരാ രാഷ്ട്രം ഉണ്ടായിരുന്നത്. അങ്ങനെ 3 ലോബിയായിട്ട് നിന്നിരുന്ന സ്ഥലത്ത് നിന്നായിരുന്നു UN ഒക്കെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോഴും UN-ന്റെ അവാന്തര സംഘടനകൾ എന്നുള്ള നിലവാരത്തിൽ, ഘടനകൾ എന്നുള്ള നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മേഖലയിലെ, ഹൗസിങ്ങിന്റെ മേഖലയിലെ, കൾച്ചറലായിട്ടുള്ള ഇന്റഗ്രേഷന് വേണ്ടിയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ടായിരുന്നു. ആളുകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് ധാരാളം സഹായിക്കുന്ന നിലവാരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഒപ്പം തന്നെയായിരുന്നു ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള കോടതികൾ, അതുപോലെ തന്നെ കരാറുകൾ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ വയലേറ്റ് ചെയ്യപ്പെട്ട അതിനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വലിയ വലിയ ഓർഗനൈസേഷൻസും എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു 50-60 വർഷമായിട്ട് മനുഷ്യര് പരസ്പരം വളരെയധികം അടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ധാരാളം നല്ല നിയമങ്ങളും നല്ല നമ്മളിപ്പോ ഈ എല്ലാ രാജ്യങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഒക്കെ ഈ UN-ന്റെ നേതൃത്വത്തില മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാപാരം നടത്തണമെങ്കിൽ പോലും വിമൻസ് കമ്മീഷൻ പോലുള്ളത്, കുട്ടികൾക്ക് കാര്യങ്ങൾ നോക്കുന്ന കാര്യത്തിലൊക്കെ ഉള്ള ഇതെല്ലാം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടും. അത് വലിയ രാജ്യങ്ങളിലെല്ലാം ഉണ്ടാകുകയും ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ ബാലാവകാശ കമ്മീഷനും വിമൻസ് കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമായി മാറുന്നുണ്ട്. അവരുടെ അതൊരു ഡയറക്ഷനായിരുന്നു, ഒരു ഡയറക്റ്റീവ് എന്ന് പറയും. UN-നകത്തുനിന്ന് അയക്കും. പക്ഷെ അവര് രാജ്യങ്ങളിലൊന്നും ചെയ്യാതിരിക്കും. അപ്പൊ അവിടെ ആന്തരികമായി ഞാനൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടന്ന് സമരമൊക്കെ ചെയ്തിട്ടൊക്കെ അതിനകത്തൊക്കെ നമ്മൾ അവിടുത്തെ ഗവൺമെന്റ് അത് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആവശ്യപ്പെടുന്ന നിലവാരത്തിലൊക്കെ ഉള്ള സമരമൊക്കെ ചെയ്താല് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ബാധ്യത വരുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു ലോകവ്യാപകമായി. അപ്പൊ അവിടൊക്കെ ഈ വോളണ്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന
ലോകവ്യാപകമായി കൊച്ചു സംഘടനകളല്ല അതിന്റെ തന്നെ ഐക്യങ്ങൾ ഉണ്ടാകുക, അതിന്റെ യോജിപ്പുകൾ ഉണ്ടാകുക, അവർ റെപ്രസെന്റേഷൻ കൊടുക്കുക, കോടതികളിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലോകക്രമം. ഒരു സമാധാനപൂർണമായി മനുഷ്യര് കഴിഞ്ഞ ഒരു 100 വർഷം ആയിട്ട് നമ്മളൊരു 10-600 കോടി ജനങ്ങൾ വളരുകയും അതുപോലെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യവും ഒരു രാജ്യം ഒരുക്കേണ്ടതുണ്ടെന്നുള്ള അവിടുത്തെ ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ടെന്ന്, അവിടുത്തെ ജനതയോട്, സ്വന്തം ജനതയോട് ഉത്തരവാദിത്വം ഉണ്ടെന്ന്. മറ്റേ രാജാവിന് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാൻ പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന നീതിബോധത്തിൻ്റെതായ ഒരു കേന്ദ്രമായിട്ടായിരുന്നു യുണൈറ്റഡ് നേഷൻസ് ഉണ്ടായത്. പക്ഷെ ഇത് മുഴുവൻ നിൽക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ അതിന്റെ കേന്ദ്രത്തിൽ തന്നെയുള്ള സെക്യൂരിറ്റി കൗൺസിൽ അതിന് വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലയുണ്ടായിരുന്നു. അത് അത്യാവശ്യത്തിന് ഉപയോഗിക്കും ആളുകൾ. ഈ തോക്കെടുത്ത ആദ്യത്തെ ദിവസം തന്നെ വെടിവെക്കരുത്, പോലീസുകാർക്ക് തോക്ക് കൊടുത്താലും തോക്ക് വെച്ച് ആദ്യം തന്നെ വെടിവെക്കരുത്, ഓർഡർ ഉണ്ടെങ്കിലേ വെടിവെക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെയുള്ള നിയമങ്ങളൊക്കെ ലോകത്തുണ്ടായതുപോലെ തന്നെയായിരുന്നു ഇതെല്ലാം നിന്നിരുന്നത്. പക്ഷേ നമുക്ക് പിൽക്കാലത്ത് നോക്കാൻ പറ്റും, 180 രാജ്യങ്ങളും കൂടെ ചേർന്ന് തീരുമാനം എടുത്താലും ശരി, ഒരൊറ്റ രാജ്യത്തിന് അതിനെ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ ഇരുന്ന് വീറ്റോ ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്സഹായതയുണ്ടായിരുന്നു. UN അങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ UN-ന്റെ കഥയെടുത്ത് പരിശോധിച്ച് നോക്കിയാല് അതിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അത് ഇല്ലാതായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ഫണ്ട് രാജ്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാവരും കൊടുത്തിരുന്നതാണ്. ആ കൊടുക്കാതെ അതിന് വീഴ്ച വരുത്തുക, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തന്നെ ക്ഷതമേൽക്കുന്ന നിലവാരത്തിൽ എല്ലാ ഈ വലിയ രാജ്യങ്ങളും സെക്യൂരിറ്റി കൗൺസിലിൽ ഇരിക്കുന്നവർ ചെയ്യുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് അതിനകത്ത് അമേരിക്കയും റഷ്യയൊക്കെ ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ വന്ന് ഇത് കഴിഞ്ഞ ഒരു 50-60 വർഷം കൊണ്ട് ജനാധിപത്യപരമായ ഒരു ലോകക്രമം രൂപപ്പെടുന്നതിനോടൊപ്പം തന്നെയാണ് സാമ്പത്തികമായ കേന്ദ്രീകരണം എല്ലാ രാജ്യങ്ങളിലും രൂപപ്പെടാൻ തുടങ്ങി. സാമ്പത്തിക കേന്ദ്രീകരണം നടക്കാതിരിക്കുന്നതിന് വേണ്ടി നടന്നിരുന്ന ഒരു സമരമായിരുന്നു നമ്മൾ സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് നടത്തിയിരുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി USSR ഉണ്ടാകുകയും അതിനോടൊപ്പം ചൈനയും അതുപോലുള്ള രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ വിളിക്കുന്നിടത്തെല്ലാം സാമ്പത്തിക കേന്ദ്രീകരണം നടക്കാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നതായിരുന്നു ചെയ്തിരുന്നത്. ഇത് ഈ രണ്ട് ധ്രുവീകരണം, സാമ്പത്തിക കേന്ദ്രീകരണം നടക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിഭാഗം പണക്കാര് ഭരിക്കുന്ന രാജ്യങ്ങളായി യൂറോപ്പും അമേരിക്കയൊക്കെ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഭരണക്രമം ഉണ്ടായത്. ഇപ്പൊ 2 തരത്തിലായിരുന്നു. അതിനകത്ത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച ഈ രണ്ടാമത്തെ എല്ലാവർക്കും ഒരു സാമ്പത്തിക കേന്ദ്രീകരണം നടക്കാത്ത രാജ്യങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുമെന്നും കുറെ കൂടെ തുല്യമായ ഒരു സമൂഹം ഉണ്ടാകുമെന്നും സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള രാജ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തുന്ന നിലവാരത്തിലായിരുന്നു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അപ്പൊ ഇത് ഈ രാജ്യങ്ങളുടെ ഇടയിൽ നടക്കുന്നത് പോലെ തന്നെ അതാത് രാജ്യങ്ങൾക്കകത്ത് ഈ ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ, മനുഷ്യരുടെ ജീവിതം മുഴുവൻ, ജീവിത നിലവാരം ഒരുപോലെ ഉയർത്താൻ കഴിയുമെന്ന് വയ്ക്കുന്ന വിഭാഗവും, അങ്ങനല്ല കുറച്ച് ആൾക്കാർ വളരെ പണക്കാരായി മാറി മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് തുച്ഛമായി അവർ എറിഞ്ഞു തരുന്ന അപ്പക്കഷ്ണം പോലുള്ളത് കൊണ്ട് ജീവിച്ചു പോവുക എന്ന് പറയുന്നതാണ് ജീവിതക്രമം എന്നൊക്കെ ബോധ്യമാകുന്ന നിലവാരത്തിലേക്ക് മാറ്റുന്ന തരത്തിൽ ഉള്ള ഈ സ്ട്രഗിൾ, ഈ 2 ആശയങ്ങളും തമ്മിലുള്ള സ്ട്രഗിൾ ലോകവ്യാപകമായി നടക്കുന്നു. ഈ നടക്കുന്നതിനകത്ത് നമുക്ക് ഈ കോളനൈസേഷന് ശേഷം സ്വാതന്ത്ര്യ സമരങ്ങൾ ആരംഭിച്ച, ഇപ്പൊ ഇന്ത്യയിൽ ആരംഭിക്കുകയും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപകമായി പടർന്നു പിടിക്കുകയും ചെയ്ത് രാജാക്കന്മാരുടെ കീഴിൽ നിന്ന് മാറി രാജ്യത്തിനകത്തെ പൗരന്മാരായി മാറുന്ന പ്രോസസ്സ് എല്ലാ രാജ്യങ്ങളിലും ആരംഭിക്കും. അതും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തോപ്പിച്ചാലും ഭരിക്കാൻ കഴിയാത്ത രാജ്യങ്ങളായി ലോകത്തെ രാജ്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇപ്പൊ ഇറാഖിനെ തോപ്പിച്ച രാജ്യങ്ങൾക്ക് അവിടെ പോയി അത് ഭരിക്കാൻ പറ്റത്തില്ല, കാരണം ജനങ്ങളുടെ സഹകരണം കിട്ടത്തില്ല. ആ ഒരു മാറ്റം ലോകത്തുണ്ടായതാ, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായി. അപ്പൊ പഴയതുപോലെ അതങ്ങനെ കഴിയാതെ വരുന്നു. ഇതൊക്കെ നമുക്ക് ഒരു വശത്തുനിന്നും കാണേണ്ടതുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യ സമരങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ജിഹ്വ
എന്ന് നമ്മൾ പറയുന്ന മീഡിയ, പത്രങ്ങളെല്ലാം ലോകത്ത് ആദ്യം ആരംഭിക്കുന്നത് ആശയങ്ങൾ പ്രചരിപ്പിക്കണമെന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണമെന്നൊക്കെ പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സകല പത്രങ്ങളും, പിൽക്കാലത്ത് ടെലിവിഷന്, അത് കഴിഞ്ഞ് പിന്നെ ഇന്റർനെറ്റും ഉണ്ടാകുന്നെങ്കിൽ ഈ പത്രങ്ങൾ മുഴുവനും ധനമുള്ളവർ വാങ്ങി മാറ്റി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഇതേപോലെ തന്നെ ആശയപ്രചരണം നടത്തണമെന്നും അത് വികസിപ്പിക്കണമെന്നും ഒക്കെ വിചാരിക്കുന്നത്, ആളുകളെ വിദ്യാസമ്പന്നരാക്കണമെന്നൊക്കെ വിചാരിച്ച് ആരംഭിച്ച ടെലിവിഷനും ഒക്കെ തന്നെ ആദ്യകാലത്ത് ഈ തരത്തിലുള്ള മൂച്ചുള്ളവർ ചെയ്തെടുത്ത സാധനമാണ്. അതൊന്നും തന്നെ ഇന്ന് ഇല്ല. ലോകവ്യാപകമായി സകല ന്യൂസും ഇന്ന് വളരെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരൊറ്റ ആശയം പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, അപ്പൊ മനുഷ്യ മനസ്സ് രൂപപ്പെടുത്താൻ കഴിയുന്ന നിലവാരത്തിൽ മീഡിയ മുഴുവനും ഇന്ന് പണമുള്ളവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഇതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നറിയണം. അപ്പം പത്രങ്ങളൊക്കെ ആരംഭിച്ചത് ഈ പറയുന്ന സമരങ്ങളും ഈ പറയുന്ന ലോകക്രമങ്ങൾ നീതിപൂർവമാക്കണമെന്ന് വിചാരിച്ച് ആരംഭിച്ചവര് തുടങ്ങിയ പത്രങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ വാങ്ങി മാറ്റപ്പെട്ടു പോയി മീഡിയ ഉപയോഗിച്ച് മനുഷ്യരുടെ മനസ്സ് രൂപപ്പെടുത്താൻ കഴിയും എന്ന് വ്യക്തമായിട്ട് പണ്ട് മതം ഉപയോഗിച്ച് കഥകളിനകത്തൂടെ മനുഷ്യരുടെ മനസ്സിനെ അടിമപ്പെടുത്തുന്നതിന് പകരം സകല പത്രങ്ങളും മാസികകളും ഇന്ന് നമ്മൾ അറിയാവുന്ന എല്ലാ ന്യൂസ് എന്ന് നമ്മൾ പറയുന്നത് മുഴുവനും നിയന്ത്രിക്കുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാക്കുന്ന, ഇപ്പൊ നമ്മൾ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന, UNI എന്ന് പറയുന്ന, ഇതെല്ലാം ലോകത്ത് എന്ത് ന്യൂസും എങ്ങനെ കേൾക്കണം, വായിക്കണം, അറിയണം എന്ന് പറയുന്ന നിലവാരത്തിൽ അനുഭവിക്കണം. നേരിട്ട് നിങ്ങൾ ടെലിവിഷനകത്തൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ ക്യാമറ എങ്ങോട്ട് പിടിക്കണം എന്നുള്ള കാര്യം ആ ക്യാമറയും കൊണ്ട് പോകുന്നവനറിയാം, എവിടെ പിടിക്കണം, എന്ത് കാണിക്കണം. അപ്പൊ ഇങ്ങനെ ന്യൂസ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ലോകത്ത് അപ്രത്യക്ഷമായി വ്യൂസ് മാത്രമായിരിക്കുന്ന ഒരു ധനമുള്ളവരുടെ വ്യൂസ് അറിയിക്കുന്ന രീതിയിലുള്ള ലോകമേ ഇന്നിപ്പോൾ. ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ നാട്ടിൽ തന്നെ പണമുള്ളവര് രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരിട്ട രാഷ്ട്രീയ പാർട്ടി പോലും, വളരെ കൊച്ചു ആരംഭിച്ച കൊച്ചു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മളിപ്പോൾ ആരംഭിച്ച ഒരു 5 കൊല്ലത്തേക്കൊക്കെ മനുഷ്യരുടെ സ്വഭാവമൊക്കെ അതിനെ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കപ്പെട്ടു പോകും. പലതരം സൂക്ഷ്മമായി പിടിക്കപ്പെട്ടു പോയ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജിഹ്വകളും എന്നാൽ അറിയിക്കാനായിട്ടുണ്ടായിരുന്ന എല്ലാ മീഡിയകളും ഇന്ന് പണക്കാരുടെ കയ്യിലായി മാറിയിരിക്കുകയും എന്ത് കാണണം, എന്ത് അനുഭവിക്കണം, എങ്ങനെ വിലയിരുത്തണം എന്നുള്ള വീക്ഷണങ്ങളോടെ കൂടെ മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ന്യൂസ് റിപ്പോർട്ടിങ്ങും ഒക്കെ ആയി മാറിപ്പോയിട്ട് ഈ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമുക്ക് വേറൊരു സ്പേസും ഇല്ല. ഇതിനു മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അമേരിക്കൻ മാസികയൊക്കെ വായിക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. അതുകൊണ്ട് അന്ന് തൊട്ട് ആരംഭിച്ചതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് തിരിച്ച് മറുപടി പറയാനൊക്കെ പറ്റുന്ന ചില കൊച്ചു വിടവുകളൊക്കെ ഇന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പോയി. ആ തരത്തില് പത്രമോ ടെലിവിഷനോ ഇന്ന് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യദാഹി എന്ന് നമ്മൾ പറയുന്നവരുടെ ആരുടെയും കയ്യിലില്ലെന്ന്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കംപ്ലീറ്റ് പത്രങ്ങളും മാസികകളും എല്ലാം. കാരണം പരസ്യമൊക്കെ കൊണ്ടായിരുന്നു ഈ പത്രങ്ങളെല്ലാം. പരസ്യമൊക്കെ പണക്കാരായിരുന്നു പരസ്യം തരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഈ പത്രം നിലനിർത്തണമെങ്കിൽ പോലും ഈ പരസ്യങ്ങൾ വാങ്ങിയാലേ പറ്റുള്ളൂ എന്ന് വരിക. ഇതെല്ലാം അത് ഘട്ടം ഘട്ടമായി ഇത് വികസിക്കുന്നത് പോലെ തന്നെ ഘട്ടം ഘട്ടമായി ഇത് പൂട്ടുന്ന പണിയും മറുവശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഈ ലോകവ്യാപകമായി നടന്നു. ഈ സമയത്താണ് ഇന്റർനെറ്റ് ഉണ്ടാകുന്നത്. ഇന്റർനെറ്റ് ഉണ്ടായിട്ട് 25 വർഷമായിട്ടുള്ളൂ. ആ 25 വർഷത്തിനകത്ത് പെട്ടെന്ന് ഈ അതുവരെ നിയന്ത്രിതമായി എല്ലാം കയ്യിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ടെലിവിഷനും പത്രങ്ങളുടെയും ലോകത്തിനകത്ത് ഒരു പൊട്ടിപ്പുറപ്പെട്ട പോലുള്ളൊരു സ്ഥലം ഇതിനകത്തുണ്ടാകുകയും ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഗവൺമെന്റിനെ നിയന്ത്രിക്കാൻ കഴിയും. കാരണം ഗവൺമെന്റ് ഇത് ഉപയോഗിച്ച് കച്ചവടവും വ്യാപാരവും ആയുധ കച്ചവടവും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഇന്റർനെറ്റ് ഉണ്ടാക്കിയത്. പക്ഷെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വന്നോടെ ഒരു പുതിയ റിസർജൻസ് ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള ഇന്ററാക്ഷന് സാധ്യതയുണ്ടായി. അങ്ങനെ മറ്റു രാജ്യത്തെ സാധാരണ ജനങ്ങളുമായി പരസ്പരം സംസാരിക്കുന്നതിന് കഴിയുന്നിടത്ത് പോവുകയും അത് വളരെ വേഗം അത് വ്യാപകമായി മാറുകയും ചെയ്ത കാരണം കൊണ്ട്
നേരത്തെ ഞാൻ പറഞ്ഞ ആ മൂവ്മെന്റിന് തടസ്സമായിട്ട് ഇന്റർനെറ്റ് മാറുന്നുണ്ടായിരുന്നു. ഇന്റർനെറ്റ് ഓഫ് ചെയ്ത അതുകൊണ്ട് നിൽക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസും കൂടെ ചെയ്യാൻ പറ്റാതാവും. അപ്പൊ അത് കാരണം കൊണ്ട് അണച്ചാൽ വീണ്ടും ഓപ്പൺ. ഇപ്പൊ ഒരു പത്രം പൂട്ടുന്ന പോലല്ല, ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അത് നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഓഫ് ചെയ്ത് വെക്കാനൊക്കത്തില്ല, വലിയ പാടായി മാറി. അപ്പം ഇപ്പൊ നമ്മൾ പറയുന്ന അൽഗോറിതം ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് എല്ലാവരെയും മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയുന്നിടത്തേക്ക് ഇന്റർനെറ്റും മാറിപ്പോയിട്ടുണ്ട്. ഇനി വരുന്ന ഒരു കൂടി വന്ന ഒരു 5 കൊല്ലം കൂടെ ആയിരിക്കും നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സാധനം. അപ്പൊ ഇതിനകത്തൊക്കെ വരുന്ന സ്ഥലവും കൂടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതൊന്നും കാണത്തില്ല. അതൊക്കെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഞാൻ ഈ പറയുന്ന വിഷയങ്ങള് ആണെന്ന് ഈ ഭാഷയിൽ എല്ലാ ഭാഷകളെയും മോണിറ്റർ ചെയ്യത്തക്കവണ്ണം ഒക്കെ ഇത് വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചില വിടവുകളിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അല്ലാതെ ഇന്റർനെറ്റ് തന്നെ അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു 5 കൊല്ലത്തിൽ കൂടുതൽ ഇനി അതിന് നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന കാര്യം പറയാനും കൂടെ കഴിയാതെ വരും. ഇനി നമ്മൾ പറഞ്ഞാൽ അത് വേറെ ആരും കാണാതെ അതിനെ പൂട്ടിക്കളയാൻ പറ്റുന്ന നിലവാരത്തിൽ ഇന്റർനെറ്റ് മോണിറ്റർ ചെയ്യപ്പെടുന്നിടത്തേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണണം. ഈ പറയുന്ന നീതിബോധത്തോടെ അരയ്ക്കും തലയ്ക്കും പറഞ്ഞാൽ അടിവശത്ത് അരയ്ക്ക് കെട്ടിയിരിക്കുന്ന താഴെ ഇടിക്കരുതെന്ന് പറഞ്ഞിട്ടൊരു നിയമം ഈ ബോക്സിങ്ങിനുണ്ട്. നെവർ ഹിറ്റ് ബിലോ ദ ബെൽറ്റ്. അതൊരു നിയമമാണ്. റഫറി നിർത്താൻ പറഞ്ഞാൽ നിർത്തണം, അത് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കരുത് എന്നൊക്കെ പറയുന്ന പോലെയുള്ള പൊതുവായിട്ടുണ്ടായിരുന്ന നിയമങ്ങളെല്ലാം ഈ കഴിഞ്ഞ ഒരു 10 വർഷമായി മറ്റേ രഹസ്യമായിട്ട് ഇതെല്ലാം വയലേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോ എല്ലാ രാജ്യങ്ങൾക്കും നിയമപരമായി ഉണ്ടായിരുന്ന അന്വേഷണ സംഘങ്ങൾക്ക് പകരം രഹസ്യമായിട്ട് ഇപ്പൊ അമേരിക്കയിലെ FBI എന്ന് പറയുന്നത് നിയമപരമായ ഉള്ളതാണ്. CIA അതല്ല, അത് രഹസ്യ സംഘടനയാണ്. റഷ്യക്ക് KGB റഷ്യ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, അതിന് KGB എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇസ്രായേലുകാർക്ക് മൊസാദ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ റോ എന്ന് പറയുന്ന സാധനമുണ്ട് അവിടുത്തെ ഗവൺമെന്റ്. ഇത് ബാക്കി CBI അല്ല. ഇതുപോലുള്ള അന്വേഷണ ഏജൻസികൾ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന മുഴുവനും മറ്റ് രാജ്യങ്ങളിൽ കടന്നുപോയി അവിടെ ചാരപ്രവർത്തനം നടത്തി അവിടെ ഉള്ളതെല്ലാം കുളം കലക്കുന്ന പണികൾ ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് തന്നെ നടന്നുകൊണ്ടിരുന്നതാണ്. അതിനെയൊക്കെ തുറന്നു കാട്ടുക എന്ന് പറയുന്ന പണിയൊക്കെയായിരുന്നു നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമായിട്ടൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ആ ബിലോ ദ ബെൽറ്റ് ഇടിക്കരുത് എന്ന് പറയുന്ന സാധനം പല സമയങ്ങളിലായിട്ട് ഇവരിതിങ്ങനെ വയലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ UN ഉണ്ടായതിനു ശേഷം ചെറിയ കൂട്ടങ്ങളായിട്ട് കുറച്ച് രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ കൂട്ടങ്ങൾക്കൊന്നും പ്രസക്തി ഇല്ലാതായി പോയത് ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ എന്ന് പറയുന്നത് രണ്ടാമതുണ്ടാക്കിയെടുത്ത് എന്ന് പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം അനാവശ്യമായി മാറിയ, കാരണം UN ഉണ്ടായതിനു ശേഷം അനാവശ്യമായി മാറിയ നാറ്റോ രണ്ടാമത് വികസിപ്പിച്ച് ബലപ്പെടുത്തി ഈ നാറ്റോയാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല എന്ന് ഈ UN-നകത്ത് തന്നെ ഇരുന്ന് പറയാൻ പറ്റുന്നതും UN-നകത്ത് സമ്മതിച്ച കാര്യം അവരറിയാതെ മറ്റൊരു സംഘടന ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ RSS അവിടുത്തെ ഒരു 10 രാമസേനകളില്ലേ, അതുപോലാണ്. അതൊന്നും ഞങ്ങൾ RSS ആണ്, ഞങ്ങളതൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് രാമസേനയെന്നും ഹനുമാൻ സേനയെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തില് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി അത്തരത്തിൽ വളരെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മ ഹിന്ദു മുന്നണി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലെ പേരുകളിട്ട് അവിടെ ഇന്ത്യയെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പോലെ ലോകവ്യാപകമായി ഈ വലിയ രാജ്യങ്ങളെല്ലാം ഇതുപോലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ മൊസാദും KGBയും അതേപോലെ CIA ഒക്കെ ഉപയോഗിച്ച് പല തരത്തില് അത് ഞങ്ങളല്ല ചെയ്യുന്നത്, അവിടെ ആരോ ആണ് ചെയ്യുന്നത്. അവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഇറാനിൽ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു നല്ല സമരം അതിനകത്തുണ്ടല്ലോ. അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ മതമുന്നണികൾക്കെതിരായിട്ട് അവിടുത്തെ മതത്തിന്റെ വെടിക്കകത്തുനിന്ന് മോചിക്കാനായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നതാണ്. പക്ഷെ അതിന് സപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? അമേരിക്കക്കാരനും ഇസ്രയേലുകാരനുമാണ്. കൊഴിഞ്ഞു പോകുന്നൊരു സ്ഥലമാണ്. ഇതൊക്കെ ഞാനൊക്കെ പണ്ട് അനുഭവിച്ചിട്ടുള്ള സാധനമാണ്. സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്കൽ നമ്മളൊരു സമരം നടത്തും. അപ്പോ അവിടുത്തെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ വന്ന് നമ്മൾ സമരം സർക്കാരിനെതിരെ ആയിരിക്കും ചെയ്യുന്നത്, ചെയ്യേണ്ട സമരവുമായിരിക്കും.
പക്ഷേ ആ സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് നിൽക്കുന്നവര് വന്ന് നമുക്ക് സപ്പോർട്ട് തരും. കൊച്ചു സംഘടനകൾക്ക് യാതൊരു തരത്തിലും സ്വന്തം രാഷ്ട്രീയം നിർണ്ണയിക്കാൻ കഴിയാതെ പോകും. ഇത് ഞാനൊക്കെ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇപ്പൊ സ്ത്രീ വിമോചന മുന്നണി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നടത്തുന്ന സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടത്തുന്നതിന് ഈ അവിടുത്തെ പ്രതിപക്ഷം, അത് ആരാണോ പ്രതിപക്ഷമായിരിക്കുന്നത് അവർ വന്ന് നമുക്ക് സപ്പോർട്ട് തരും. അവർ സപ്പോർട്ട് തരുന്നത് നമ്മുടെ സമരത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. അവർക്ക് നമ്മളെ ഉപയോഗിച്ച് നിലനിൽക്കുന്ന അപ്പോഴത്തെ ആരാണോ ഭരിക്കാനിരിക്കുന്നവരെ അടിക്കാൻ നമ്മളെ വടിയാക്കി മാറ്റുക എന്ന് പറയുന്നത് കൊച്ചു സംഘടനകളുടെ അവസ്ഥയാണ്. ഇതേ പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ നടക്കുന്ന ലോകവ്യാപകമായി നടക്കുന്ന സമരങ്ങളുടെ പുറകിലെല്ലാം ഇതുപോലുള്ള വലിയ രാജ്യങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ വന്ന് അവരതിന്റെ ഫണ്ട് ചെയ്ത് നമ്മളെ പറ്റിക്കും. ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവരെ പറ്റിക്കപ്പെട്ടു. അവർക്കറിയില്ല അവർ ഉപയോഗിക്കപ്പെട്ടു പോകുന്നത് പിന്നീടായിരിക്കും അവർ തിരിച്ചറിയുന്നത്. അത് കേരളത്തിനകത്ത് വിമോചന സമരം തൊട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കി ഇതിനകത്തെല്ലാം നമുക്ക് ഇന്നിങ്ങനെ ഈ കൈ കാണാൻ പറ്റും. ഇപ്പൊ റഷ്യയില് നടന്നിരുന്ന നല്ല സമരങ്ങളുണ്ട്. ആ സമരങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അമേരിക്കയായിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ അറിയണം. അപ്പൊ ഓരോ രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങള്, ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലൊക്കെ നടക്കുന്ന കൊച്ചു രാജ്യം, അവിടുത്തെ രാജ്യത്തിനകത്തെ സ്വാതന്ത്ര്യ സമരങ്ങളെ ഈ വലിയ രാജ്യങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്ത് അവരുടേതാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം ലോകം നടക്കുന്നുണ്ട്. ഇതുപോലുള്ള മാറ്റങ്ങൾ ലോകവ്യാപകമായി നടന്നിട്ടുണ്ട്. അമേരിക്ക നേരിട്ട് ഇടപെട്ട ഒരു 70 രാജ്യത്തെ ഭരണം, എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ മാറ്റിക്കളയുന്ന പണി അവർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ അറിയണം. അപ്പൊ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ പോലും അതിന് പുറത്ത്, അതിനകത്ത്, അതിന്റെ സപ്പോർട്ടുമായിട്ട് അതിനെ ഉപദ്രവിക്കുന്നതിനും ഈ ഞാൻ നേരത്തെ പറഞ്ഞ സകല മീഡിയയും ഇവർ വാങ്ങി മാറ്റിയത് കാരണം കൊണ്ട് ഒരു രാജ്യത്തിനകത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളെ അവർ കണിശമായിട്ട് അവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ട് അവതരിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ PLO, യാസർ അറഫത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന PLO ഒക്കെ ഭയങ്കര തീവ്രവാദ സംഘടനയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുമെല്ലാം നമ്മൾ അറിയണം. അപ്പം ഈ നടക്കുന്ന സമരങ്ങളെ ഏത് കണ്ണിനകത്തൂടെ കാണിക്കണം എന്നുള്ളത്, ഏത് തരത്തിൽ അവതരിപ്പിക്കണം എന്നുള്ളത് ഈ വലിയ രാജ്യങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് എങ്ങനെയാണോ കിട്ടുന്നത് പോലെ മാത്രമേ കഴിയൂ. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിൽ ഒരു പൊതു ലോകക്രമവും ഒരു നീതിബോധവും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്ന UN ഈ കഴിഞ്ഞ ഒരു 10-20 വർഷമായി ഒരു നോക്കുകുത്തിയായി മാറിപ്പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അല്ലാതെ ഇത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല. വലിയ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് പണക്കാരായിരിക്കുന്ന 1% ആൾക്കാർ ലോകവ്യാപകമായി സകല സ്വത്തും അവരുടെ കയ്യിൽ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മേഖലകൾ മുഴുവൻ വികസിക്കുകയും എല്ലാവർക്കും നല്ല ജീവിതമൊക്കെ ഉണ്ടാകുകയും നല്ല റോഡ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം അത് വലിയ വില കൊടുത്ത് ജീവിക്കേണ്ടി വരുന്നിടത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യവും ഇതുപോലെ അറിയണം. അല്ലാതെ ഈ 2026 വന്നതിന് ശേഷം ആണല്ലോ ഈ ഇദ്ദേഹം പെട്ടെന്ന് ഭയങ്കര ചേഞ്ച് ഉണ്ടാകുന്നത്. ഈ ചേഞ്ച് ഉണ്ടാകുന്നത് ഇപ്പൊ ഈ എപ്സ്റ്റൈൻ ഇയാൾ വെറുതെ അവിടുത്തെ പത്രവും അവിടുത്തെ ന്യൂസും വായിച്ച് കേട്ടിട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, അങ്ങനൊന്നും അല്ലെന്ന്. എപ്സ്റ്റൈൻ ഫയല് വന്നിട്ട് ഒന്നും സംഭവിക്കാതിരിക്കുന്നത് അറിയേണ്ടതുണ്ട്. അങ്ങനെ അല്ലത്, അത് മുങ്ങിപ്പോവും. അത് എപ്സ്റ്റൈൻ ഫയല് മുമ്പോട്ട് വരുന്നത് അങ്ങനെയാണ്. ഇവിടുത്തെ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ തകർക്കാൻ വേണ്ടി മാത്രമേ, അതിനകത്ത് സകല നേതാക്കന്മാരും അതിനകത്തുണ്ട്. എപ്സ്റ്റൈൻ ഫയലില് ഈ അമേരിക്കയിലുള്ള സകല നേതാക്കന്മാർ, ഇവിടുത്തെ ബുദ്ധിജീവികൾ സഹിതം, ഇപ്പൊ ഞാനൊക്കെ ബഹുമാനിച്ചിരുന്ന നോം ചോംസ്കി വരെ അതിനകത്തുണ്ട്. അപ്പം നോം ചോംസ്കി അവിടെ പോയി ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ അയാളുടെ പേര് അതിനകത്തുണ്ടെന്നുള്ള കാര്യമുണ്ട്. അപ്പൊ പേരെല്ലാം മറച്ചു വെച്ചിട്ടാണ് എപ്സ്റ്റൈൻ ഫയൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ജീവനോടെ ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന ഒരാളുടെയും പേര് അതിനകത്തില്ല. അതെല്ലാം മറച്ചാണ് വന്നിരിക്കുന്നത്. അല്ല എപ്സ്റ്റൈൻ ഫയൽ വരുന്നത് കാരണം കൊണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. എന്ന് എപ്സ്റ്റൈൻ എന്നെ കൊല്ലാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതൊന്നും അല്ല കാരണം എന്നാണ് ഞാനീ പറയുന്നത്. ട്രംപ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള അമേരിക്ക, അല്ലാതെ ഇയാൾ തെറ്റിദ്ധരിക്കുന്നു വേണ്ട. ബൈഡന്റെ കുറച്ചുകൂടെ യഥാർത്ഥ മുഖമാണ് ട്രംപ്.
ട്രംപ് എന്താണ് ഒബാമയുടെ യഥാർത്ഥ മുഖമാണ് ബൈഡൻ. ഒബാമ ക്ലിന്റന്റെ യഥാർത്ഥ മുഖമാണ്. ഇങ്ങനെ അറിയണം. അങ്ങനെയാണ് അത് ഗ്രോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രംപായിരിക്കും മാറുക എന്ന് പറയുന്നത് അവിടെ ഉള്ളത് തന്നെയാണ്, അല്ല തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അത് നമ്മൾ പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു എന്താണ് ഇത് ഉണ്ടായിരുന്നു, സീരീസ് ഉണ്ടായിരുന്നു, ടെലിവിഷൻ സീരീസ് ഉണ്ട്, യെസ് പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞു. ഇയാൾക്ക് സമയം കിട്ടുവാണെങ്കിൽ കുറച്ച് കാണാം. എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർമാർ വരികയും പോവുകയൊക്കെ ചെയ്യും, പക്ഷെ ഭരണം നടത്തുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. പക്ഷെ പ്രൈം മിനിസ്റ്റർ ദേഷ്യപ്പെടുമ്പം യെസ് പ്രൈം മിനിസ്റ്റർ എന്ന് മാത്രം പറയും. പക്ഷെ കാര്യങ്ങളൊക്കെ അവരെ തീരുമാനിക്കുന്നത്. 5 കൊല്ലം കൂടുമ്പോഴോ 4 കൊല്ലം കൂടുമ്പോഴോ ഈ രാഷ്ട്രീയ നേതൃത്വം മാറുന്നു എന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ചരിക്കൊന്നും വേണ്ട. ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരാണ്. അത് ലോകവ്യാപകമായി ജനാധിപത്യം എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യ ആയാലും അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും എല്ലാം ഈ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന അതിന്റെ മേല് കീഴിരിക്കുന്ന ഈ അതിനെയാണ് ഈ അമേരിക്കയിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് കണ്ടുപിടിച്ച് ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം തന്നെയാണെന്ന് അറിയണം. അല്ല ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് എന്തോ പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല. രാജാവ് ഭരിച്ചിരുന്നത് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ടായിരുന്നു. അതിന് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇല്ലാതിരുന്ന് ഇപ്പൊ ഈയിടയ്ക്ക് ഇങ്ങനെ ചാടി കയറിയതാണെന്നുള്ള നിലവാരത്തിലൊക്കെ കണ്ടുപിടിക്കുന്ന തരത്തിലൊന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കൊക്കെ കാണാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് അറിഞ്ഞിട്ടേ ഇല്ല. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്രട്ടറിമാർ തൊട്ട് IAS വരെ ഇരിക്കുന്നവരാണ് ഈ ഡീപ് സ്റ്റേറ്റ്. അവിടുത്തെ മുതലാളിമാരുമായി കൈകോർത്ത് പിടിച്ചിരിക്കുന്നവരായിരുന്നു. ഗാന്ധി ബിർള മന്ദിരത്തിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. ബിർളയ്ക്ക് അതിനകത്ത് നല്ല സ്വാതന്ത്ര്യ സമരത്തിൽ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നല്ലോ. സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കാളിത്തം ടാറ്റായ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാവർക്കും ഇതേ കണ്ണു തന്നെ ഉണ്ടായിരുന്നു. ഗാന്ധി അവിടെ ഇരിക്കുന്നത് ഇവരുടെ സപ്പോർട്ടോടെ വേണമെന്ന് നമ്മൾ അറിയുകയും വേണം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും നമുക്ക് വേണ്ട. അല്ലാതെ ഇതെന്തോ പുതിയൊരു സംഭവമായിട്ടൊന്നും അല്ല. അപ്പൊ ഇതൊരു പുതിയ സംഭവമായിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പൊതു നീതിബോധം ഉണ്ടായി UN ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ സാധനത്തിനെ പതുക്കെ യഥാർത്ഥത്തിൽ ഇതിന്റെ പുറയിലുണ്ടായിരുന്ന പണക്കാരായിരുന്നവരുടെ മുഖം കാണിച്ചുകൊണ്ട് മുന്നേ വന്ന് നിൽക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവായിട്ട് ട്രംപ് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്ത്യയിൽ മോദി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അതൊക്കെ ഇന്ത്യയിലെ മതജാതി വിഭാഗങ്ങളുടെ ഒരു സംഭവം ഇപ്പൊ ഉണ്ടായതാണെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. യഥാർത്ഥത്തില് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാകുന്ന സമയത്ത് അവര് തോറ്റുപോയി. വി ദ പീപ്പിൾ ഉണ്ടാകുന്നതിന്, അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞ് അന്ന് വളരെ ചെറിയൊരു വോട്ട് വ്യത്യാസത്തിനകത്ത് മാത്രമാണ് വി ദ പീപ്പിൾ ഉണ്ടായതെന്ന് നമ്മൾ അറിയണം. ആ വി ദ പീപ്പിൾ ഉണ്ടാക്കാനായിട്ടിരുന്ന വിഭാഗത്തിനെ മുകളിലേക്ക് ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞുണ്ടായത്. അമേരിക്ക പിന്നെ തുടങ്ങുമ്പോൾ തന്നെ അത് ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് തന്നെയായിരുന്നു ഉണ്ടായത്. കുറച്ച് എന്താണ് ഇവിടുത്തെ എസ്റ്റേറ്റ് മുതലാളിമാര് ചേർന്നുണ്ടാക്കിയ ഭരണഘടനയാണ് വലിയ ഉദാത്ത ഭരണഘടനയൊക്കെ. നമ്മൾ ഈ ജോർജ് വാഷിങ്ടണൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരം വിജയിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരു കൂട്ടം മുതലാളിമാർ, എസ്റ്റേറ്റ് മുതലാളിമാരുടെ ഭരണഘടന തന്നെയാണ് അമേരിക്കയിൽ ഉണ്ടായതെന്നും അവർ സ്വാതന്ത്ര്യത്തിനെ പറ്റി പറയുമ്പം അവരുടെ സ്വാതന്ത്ര്യത്തിനെ പറ്റി മാത്രമാണ് പറഞ്ഞിരുന്നതെന്നും അവിടെ അവരെല്ലാവരും സ്ലേവ് ഓണേഴ്സ് ആയിരുന്നവരാ ഉണ്ടാക്കിയതാണ് അമേരിക്ക എന്നും ഒക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനുശേഷം അതിനകത്ത് പിന്നെ നടന്ന ഒരു സമരമാണ് സിവിൽ വാർ എന്ന് പറയുന്നത്. നമുക്കൊരു ഒരൊറ്റ പ്രസിഡന്റിനെ മാത്രമേ അമേരിക്കയിൽ ബഹുമാനിക്കാൻ പറ്റൂ, അത് ഇബ്രഹാം ലിങ്കനെ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു അര ബഹുമാനം കൊടുക്കാവുന്ന ഒരാളാണ് ജോൺ എഫ് കെന്നഡി. അയാളെ അവർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പുതിയതായി ഉണ്ടായ ഒരു സംഭവമോ ഒന്നുമല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ ഞെട്ടിപ്പോയ പണക്കാര് ഒന്നിച്ചുകൂടി വ്യാപകമായി ആധിപത്യത്തോടെ പെരുമാറുന്നിടത്ത് എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി. അപ്പൊ അതിന്റെ ഏറ്റവും നല്ല രണ്ട് മുഖമാണ് നമ്മുടെ നാട്ടിലെ മോദിയും ഈ ഇവിടുത്തെ ട്രംപും. അത് നഗ്നമായ മുഖം, അത്രേ ഉള്ളു. അല്ലാതെ ഈ മറ്റതൊക്കെ അങ്ങനെ അല്ലെന്ന് വിചാരിക്കരുത്. താച്ചറിസവും റീഗനിസവും ഒക്കെ ലോകത്തുണ്ടായി. ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനവും ജനങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ പടിപടിയായി ഇല്ലാതാക്കുന്നതാണ് ഈ രണ്ട് സാധനവും.
റീഗൺ എക്കണോമിക്സ് എന്ന് പറയുന്നതും താച്ചറിസം എന്ന് പറയുന്നതൊക്കെ ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കുക എന്ന് പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. ഈ വ്യത്യാസത്തിനകത്ത് ഇന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മൊന വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചൈനയിലുണ്ടാകാം. ചൈനക്കാരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷെ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സ്ഥലമില്ലെന്നറിയണം. പക്ഷെ ജനങ്ങളെ എനിക്കൊന്ന് ചൈനയെ ഞാൻ കാണുന്നത് നല്ല പണമുള്ള വീട്ടിലെ ഭാര്യമാരുടെ ലോകം പോലെ. എല്ലാം ഉണ്ടാകും, പക്ഷെ മിണ്ടാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലുള്ള ഒരു വശമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മൾ യഥാർത്ഥത്തിൽ പറയുന്ന പൗരബോധത്തോടൊക്കെ ലോകം അത് ചിലപ്പോൾ കുറെ നാൾ കഴിഞ്ഞ് സംഭവിക്കാമായിരിക്കാം. ഈ പറയുന്ന രാജ്യങ്ങളിലും ഒക്കെ സമരങ്ങൾ നടക്കുന്നുണ്ടാകാം. അതിന്റെ ഒരു ഓപ്പണിംഗ് എന്നുള്ള നിലവാരത്തിൽ മാത്രമാണ് ഇയാളെ ഈ മമതാനിയെ കാണുന്നത്. ഒരു ചെറിയ കുരു ചെറിയ ഒരു കുരു പൊട്ടിയിട്ടുണ്ട് എന്ന് കണ്ടാൽ മതി. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ഈ കൊച്ചു കുരു പൊട്ടിയതിനെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നിടത്തൊന്നുമല്ല അമേരിക്കൻ പ്രസിഡന്റ് നഗ്നമായി ലോകത്തുള്ള സകല എന്ന് പറഞ്ഞാൽ അയാള് UN-നകത്തുണ്ടായിരുന്ന അമേരിക്ക പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന മുഴുവൻ പ്രോഗ്രാമിനകത്തുനിന്ന് അവർ പിൻവാങ്ങിയിട്ടുണ്ട്. UN-ന്റെ പ്രോഗ്രാമുകളിൽ ഒന്നും തന്നെ ഇന്ന് അമേരിക്കയില്ല. സെക്യൂരിറ്റി കൗൺസിലിൽ മാത്രമേ ഉള്ളൂ. കാരണം വീറ്റോ ചെയ്യാനായിട്ട് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലമായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ പോയി എന്ത് മര്യാദകേട് പറയുന്നതിനും ഒരു പേടിയില്ലാതിരിക്കുന്ന ട്രംപാണുള്ളത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ട്രംപിന് എന്തെങ്കിലും കൺഫ്യൂഷനൊന്നുമില്ല. ട്രംപ് ഈ വെനസ്വേലയിൽ കയറി ഇയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ രാജ്യം പിടിക്കാനായിട്ട് യുദ്ധം ചെയ്യാനൊന്നും അവർ പോയില്ല. അവർ നിയമവിരുദ്ധമായി ചെയ്താൽ എവിടെ വരെ പോകുമെന്ന് നോക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെതിരായിട്ട് എത്ര സംസാരവും പ്രശ്നവും ഉണ്ടാകും. അപ്പൊ ഇത് ഒരു വശത്തൂടെ നമുക്ക് മറുവശത്ത് നിൽക്കാനായിട്ട് ഈ ബ്രിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായതാണ് യഥാർത്ഥ പ്രശ്നം അവർക്ക്. പക്ഷെ അതിനകത്ത് കരിങ്കാലിപ്പണി എടുക്കാനായിട്ട് മോദിയുണ്ട്. ഇത്തവണ മോദിയാണ് അതിന്റെ തലപ്പത്തിരിക്കാൻ പോകുന്നതുകൊണ്ട് ബ്രിക്സ് ഇനി എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു കേന്ദ്രം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. ഡോളർ വെറുതെ ഒരു ഈടും വെക്കാതെ, ഞാൻ നിക്സന്റെ കാലത്താണത്, 72-ലാണ് ഈട് വെക്കാതെ, മറ്റേ തത്തുല്യമായ സ്വർണം വെച്ചിട്ടായിരുന്നു നോട്ടടിക്കുന്നത്. ആ പണി അങ്ങ് നിർത്തി ആ നോട്ട് വെറുതെ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയും ആ നോട്ടിനകത്തൂടെ മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളെന്നുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് സ്വിഫ്റ്റ് എന്നതിന് പറയുന്നത്. സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ടായിരുന്നു ലോകത്തിൽ എല്ലാ വ്യാപാരവും നടത്തുന്നത്. അതിനെയാണ് നമ്മൾ പെട്രോൾ ഡോളർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ പെട്രോള് സൗദി അറേബ്യയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡോളർ കൊടുത്തേ മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വരുന്ന നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങൾ. അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നത് മുഴുവനും ഡോളർ ചെയ്യണമെന്ന് വരുന്നത് വഴിയാണ് നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് ലോകത്തെ ഡോളർ ചുമ്മാതെ പേപ്പർ പോലെ അടിച്ച് എല്ലായിടവും അവർക്ക് കൊടുക്കാൻ പറ്റും. അമേരിക്ക ഒഴിച്ച് ബാക്കി ഏത് രാജ്യവും ഡോളർ അടിച്ചാൽ കള്ളനോട്ടാ, അമേരിക്ക അടിച്ചാൽ നല്ല നോട്ട്. പക്ഷെ അവര് പേപ്പർ മാത്രമാണ് അടിക്കുന്നത്, യാതൊരു ഈടും ഇല്ലെന്ന്. പക്ഷെ 750 സൈനിക താവളത്തിന്റെ ബലത്തിൽ ലോകം നിയന്ത്രിച്ച് ഈ നോട്ടിനകത്തൂടെ തന്നെ എല്ലാം ചെയ്യണമെന്ന് ലോകത്തിൽ ഏറ്റവും വലിയ കടമുള്ള രാജ്യമാണ് അമേരിക്ക. പക്ഷെ ആ അവർക്ക് എപ്പോ വേണേലും നോട്ട് അടിച്ചു കൊടുത്ത് കടം മാറ്റാൻ പറ്റും. ഇതിന് മാറ്റം വരുന്ന നിലവാരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അവരുടെ സ്വന്തം കറൻസി ഉപയോഗിച്ചിട്ട് കച്ചവടം തുടങ്ങിയെന്നു എന്നുള്ളതാണ് പുതിയ പ്രശ്നം. അത് മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ഉണ്ടായ സമയം തൊട്ട് റൂബിളിനകത്തൂടെയും രൂപയുടെക്കകത്തൂടെയും ഇന്ത്യയും റഷ്യയും തമ്മിൽ കച്ചവടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോ തുടങ്ങിയതല്ല, മൻമോഹൻ സിംഗിനൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വികസിക്കാൻ അവർ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ആ ഇരുന്ന സാധനത്തിന് ഇന്ന് ഇപ്പൊ വളരെയധികം വികസിച്ചിട്ടുണ്ട്. അതുപോലെ യുവാൻ എന്ന് പറഞ്ഞാൽ ചൈനക്കാരന്റെ പണം ഉപയോഗിച്ചിട്ട് റഷ്യക്കാരും തമ്മിലുള്ള അവർക്ക് കച്ചവടം ചെയ്യാനും യുവാൻ ഉപയോഗിച്ചിട്ട് ആഫ്രിക്കയിൽ തുടങ്ങുകയൊക്കെ ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ബ്രിക്സ് ഉണ്ടായതിന്റെ പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അനുഭവിക്കുന്നത്. ഈ പറയുന്ന സാധനം ഇതെല്ലാം നമ്മൾ പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലോകവ്യാപകമായി ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണക്കാരായവർ തമ്മിൽ ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം ലോകവ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ചെറിയ വേരിയേഷൻ മാത്രമാണ് ചൈനയിലും റഷ്യയിലും ഒക്കെ ഉള്ളത്. പക്ഷെ റഷ്യ ഇന്ന് ഭരിക്കുന്നത് നല്ല പണക്കാർ മാത്രമാണെന്ന്. ചൈനയിൽ അങ്ങനെ അല്ല, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുകയും
അവിടുത്തെ പണക്കാരെ നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു വ്യത്യാസം ചൈനയ്ക്കുണ്ട്. പക്ഷെ ബാക്കി എല്ലാ രാജ്യങ്ങളിലുള്ള പണക്കാര് തമ്മിൽ ഐക്യപ്പെട്ട് ദുബായ് എന്നൊക്കെ പറയുന്നത് പോലുള്ള കൊള്ളസംഘത്തിന്റെ സ്ഥലമായി മുഴുവൻ സ്ഥലമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ലോകവ്യാപകമായി ഒരു നീതിക്രമം ഉണ്ടായിരുന്ന UN-ന്റെ കീഴില് നമ്മൾ കേസ് കൊടുക്കാൻ പോകാൻ പറ്റുന്ന തരത്തിലുള്ള കോടതികളും ഒക്കെ നിൽക്കുന്നത് ഇന്ന് മുഴുവനും അപ്രസക്തമായി മാറിപ്പോയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അത് കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ട്രംപിന്റെ എന്തോ പ്രശ്നമോ മോദിയുടെ എന്തോ പ്രശ്നമൊന്നും അല്ല. പണക്കാര് ലോകത്തിലുള്ള സകല രാജ്യങ്ങളും പിടിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് കാരണം കൊണ്ട് അവരുടെ റെപ്രസെന്റേഷൻസ് മാത്രമാണ് അതിന്റെ ഏറ്റവും പ്രകടനപരമായ ഒന്നാണ് ട്രംപ്. ഇന്ത്യയിൽ അതിന്റെ പ്രകടനപരമായ മുഖമാണ് മോദി. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അത് കാരണം കൊണ്ട് നമ്മള് മോദി വന്നപ്പോ കുഴപ്പമായിരുന്നോ ട്രംപ് വന്നപ്പോ കൂടുതൽ കുഴപ്പമായിരുന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായിപ്പോയെന്നോ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പണക്കാര് ലോകത്തിലെ ജനാധിപത്യപരമായ വികാസത്തിന് തടയിടാൻ അവർക്ക് കഴിഞ്ഞു. അത് ആശയപരമായി തടഞ്ഞു കഴിഞ്ഞു. ഇനിയും ആകെ ഉള്ളത് ശരീരമായി നേരിട്ട് പട്ടാളം. ഇന്ന് ലോകവ്യാപകമായി എല്ലാ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സ്വന്തം ആർമി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലായി. പണ്ടില്ലായിരുന്നു. പണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. സാങ്കേതിക വിദ്യയുടെ വികാസം മറുവശത്ത് വളരെയധികം വികസിച്ചത് കാരണം കൊണ്ട് മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് സമരം ചെയ്ത് നേതൃത്വത്തിലിരിക്കുന്നവരെ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്ന ലോകം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതുപോലുള്ള വ്യത്യാസങ്ങളും കൂടെ ഒക്കെ അറിയണം. അതുകൊണ്ട് മനുഷ്യകുലം അങ്ങനെയാ പറയുന്നത്. മനുഷ്യകുലം ഒരു അതിരിലെത്തിയിരിക്കുകയാണ്. വരുന്ന 5 to 10 വർഷത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു വികാസം യഥാർത്ഥത്തിൽ സാധ്യമായ അത്രയും സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും പണക്കാരായിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാമൂഹിക ക്രമവും രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വളരെയധികം ദുരിതം പിടിക്കുന്ന വലിയ ഒരു വിഭാഗം ഉണ്ടാകുകയും ഒരു ചെറിയ വിഭാഗം നമുക്ക് അചിന്ത്യമായ രീതിയിലുള്ള ധനമുള്ളവരായി ജീവിക്കുന്ന ലോകവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് 2 സാധ്യതയും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നിയമം, ലോകത്തൊരു നിയമക്രമമുണ്ട്. ബിലോ ദ ബെൽറ്റ് ഇടിക്കരുത് എന്ന് പറയുന്ന സാധനമൊക്കെ അവർ മറികടന്നിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിന് പകരം ജനാധിപത്യപരമായ പുതിയൊരു സ്ഥാപനം ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ പറയുന്ന സ്ഥലം കാണേണ്ടി വരും. അതുണ്ടായാൽ മനുഷ്യകുലം നന്നായി പോവും. ഇല്ലെന്നുണ്ടെങ്കിൽ 2 തട്ടിലായിട്ട് 2 വിഭാഗമായി മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് ഈ ഒരു മമതാനി പ്രശ്നമോ അല്ലെന്നുണ്ടെങ്കിൽ ട്രംപ് പ്രശ്നമോ അല്ലെങ്കിൽ ഒരു മോദി പ്രശ്നമോ ഒന്നും അല്ല. ലോകവ്യാപകമായി പണക്കാരും പണമില്ലാത്തവരും തമ്മിലുണ്ടാകുന്ന ഒരു ഡിവിഷനകത്തൂടെ ഈ ചെറിയ ഒരു 2% ആൾക്കാർക്ക് ലോകവ്യാപകമായി എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ട് തന്നെ മനസ്സ് രൂപപ്പെടുത്താനും അവർക്ക് കഴിയുകയും നിയന്ത്രിക്കാനും മോണിറ്റർ ചെയ്യാനും കഴിയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ സമരം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ഒരു സാധ്യത മറുവശത്തുണ്ട്. അതില്ലെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. അതുകൊണ്ട് ഈ മനുഷ്യരെ ആവശ്യമില്ലാതാകുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ ഓട്ടോമേഷൻ കൊണ്ടും ഈ ഡ്രോൺ എന്ന് പറയുന്നത് കൊണ്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടും റോബോട്ടിക്സും ഒക്കെ കൊണ്ട് മനുഷ്യ അധ്വാനം തന്നെ ആവശ്യമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം കൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മറ്റു മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചൂഷണം ചെയ്യേണ്ട ആവശ്യം പോലും മുതലാളിമാർക്ക് വേണ്ട. നമ്മളെ ആവശ്യമേ ഇല്ല. ഇങ്ങനെ വരുന്ന ഒരു പോയിന്റ് കൂടെ നിൽക്കുന്നത്. അതിന്റെ നല്ല പ്രകടനപരമായ പോയിന്റുകളിലാണ് ട്രംപൊക്കെ ഉള്ളത്. അതുകൊണ്ട് പണ്ട് നമുക്ക് ഈ BJP മന്ത്രിമാരൊക്കെ വിട്ടിത്തരം പറയുന്നത് നമുക്ക് തോന്നത്തില്ലേ? മണ്ടന്മാരാണോ എന്നൊക്കെ തോന്നത്തില്ലേ? അതുപോലുള്ള സാധനമൊക്കെ ട്രംപ് പറയുന്നത് ഈ BJP പോലെ അങ്ങനെ പറഞ്ഞിട്ട് എന്തും പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നിടത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ ബ്രേസൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നിലവാരത്തിൽ അപമാനകരമായ മനുഷ്യത്വപരമല്ലാത്ത എല്ലാം പറഞ്ഞാലും അവിടെ തന്നെ ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ലോകം മാറിപ്പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതൊരു ചെറിയ കാര്യമായിട്ടോ നമ്മുടെ മനുഷ്യരാശി അനുഭവിക്കുന്ന ഒരു ക്രൈസിസില് അതിനകത്ത് 2 സാധ്യതയും മുന്നിൽ നിൽപ്പുണ്ട്.
ഒരു 800 കോടി ജനത്തിനകത്ത് 200 കോടി സുഖമായി കഴിയുകയും ബാക്കി 600 കോടി പട്ടിണി കിടന്ന് ചാകാൻ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 800 കോടിയല്ല 1000 കോടിയും സുഖമായി ജീവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് ഈ ലോകം നിൽക്കുന്നത്. UN ലോകക്രമത്തിന്റെ സമാധാനം നമ്മൾ നോക്കുന്ന സമയത്ത് UN അവതരിപ്പിക്കപ്പെടുന്ന സമാധാനത്തിന് വേണ്ടിയുള്ള പല ബില്ലുകൾ അല്ലെങ്കിൽ പല അവസരങ്ങളിലും അതിനെ വീറ്റോ ചെയ്യുക എന്നുള്ളത് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക അത്രയും പലപ്പോഴായി ചെയ്യുന്നതല്ലേ. ഇതിന് ബദൽ മൈത്രേയൻ നേരത്തെ പറഞ്ഞു വെച്ചതിന് ഇതിൽ ബദലായിട്ട് ഇപ്പോൾ റഷ്യ, ചൈന അതുപോലെയുള്ള ചിന്താഗതിക്കാരുടേതായ ഒരു രണ്ടാമതൊരു UN വേറെ വെർഷൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും കൂടെ ചേർന്ന് UN ഉണ്ടാകില്ലെങ്കിൽ ബദലായ രാജ്യം ഉണ്ടാകുന്ന രണ്ടായിട്ട് മുറിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്നിടത്തേക്ക് പോകത്തേ ഉള്ളു. നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ബ്രിക്സ് രൂപപ്പെടുന്നതനുസരിച്ച്, ബലപ്പെടുന്നതനുസരിച്ചിട്ട് യുദ്ധം ഉണ്ടാകുന്നിടത്തേക്കേ നീങ്ങത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും കീഴടങ്ങി മര്യാദയ്ക്ക് പെരുമാറിക്കളയുമെന്ന് ചിലപ്പോൾ ഒരു വലിയ, നമ്മൾ ചിലപ്പം ആറ്റം ബോംബ് ഉപയോഗിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഉപയോഗിച്ച് വലിയ വ്യാപകമായ യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും. ഞാൻ ഇവിടുന്ന് അങ്ങ് മാർച്ചിലാണ് ആ രാജ്യത്തേക്ക് വരണമെന്ന് ആലോചിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ അതൊക്കെ ആരംഭിച്ചു പോകാനൊക്കെ, യുദ്ധം ആരംഭിച്ചു പോകാനുള്ള സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ അമേരിക്ക കുടുങ്ങി പോകാൻ വരെ സാധ്യതയുള്ളത് എന്നുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ ഒരു അപ്പുറത്ത് ഇങ്ങനെ വരാനായിട്ട് ഇരിക്കുന്ന, ഇതെല്ലാം കാണുന്നത്, എല്ലാം പരസ്പരം അറിയുന്നതായ ആളുകളുടെ ലോകമാണ്. വോട്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇനിയും ഉണ്ടാകത്തില്ല. വോട്ട് തന്നെ ഉണ്ടാകത്തില്ല. തെരഞ്ഞെടുപ്പുകൾ ഒഴിവായി പോകാൻ വരെ സാധ്യതയുള്ള ലോകത്തേക്കാണ് നീങ്ങുന്നത്. എല്ലാവരെയും മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് മനുഷ്യരാശി ഒന്നീ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ വളരെ ദുരന്തമായ ഒരു കാലഘട്ടത്തിനകത്ത് നിൽക്കുകയാണ്, ക്രൈസിസിലാണ്. UN ഒന്നും ഇല്ലാതായി പോകും, വെറുതെയാണ്. അതൊരു ഒരു എന്താണ്, നോക്കുകുത്തിയായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഇനി അതിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അമേരിക്ക പോലെ രാജ്യം അതിനകത്തൊന്ന് വിട്ടുമാറി നിന്ന് അതിനെ നാറ്റോ ഉപയോഗിച്ച്, നാറ്റോയ്ക്കകത്ത് പോലും അർത്ഥശൂന്യത ഉണ്ടാക്കുന്നിടത്തേക്ക് അമേരിക്ക മാറിയിട്ടുണ്ട്. നമുക്ക് തോന്നത്തില്ലേ, എന്താണ് യൂറോപ്പിന് ഇപ്പം ഗ്രീൻലൻഡിന് ഞാൻ എടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പം പറയുന്നത് മണ്ടത്തരം പറയുന്നതല്ല, അങ്ങനെ അങ്ങ് പറയാനുള്ള അവകാശം ഉണ്ടെന്ന് നമ്മളെ അറിയിക്കുക മാത്രമാണ്. അല്ല, നമ്മൾ വിചാരിക്കത്തില്ലേ ഇയാൾ എന്താ ഈ മണ്ടത്തരം പറയുന്നു, ഇങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. കാരണം 750 സൈനിക താവളം ഈ അതാത് രാജ്യങ്ങളുടെ ചെലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സാമ്രാജ്യമാണ് അമേരിക്ക. അവര് വിചാരിച്ച് കീഴടക്കാൻ പറ്റുന്ന ലോകമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ അങ്ങനെ അറിയണം. അല്ലാതെ അത്ര എളുപ്പമൊന്നുമല്ല. അതിനെതിര് പറയാൻ കഴിവുള്ള ഒരു 3 രാജ്യം ചേർന്നു എന്നുള്ളതിനകത്ത് ഇന്ത്യയും ചൈനയും റഷ്യയും ഇറാനും ബ്രസീലും കൂടെ ചേർന്ന് നിൽക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്ന സാധനം രൂപപ്പെടുകയും ഈ ഡോളറിൽ നിന്ന് മാറി കച്ചവടം ചെയ്യാൻ പോകുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ഈ പ്രശ്നം നിൽക്കുന്നത്. UN ഇല്ലാതാക്കി നാറ്റോ ബലപ്പെടുത്തുക എന്നുള്ളതല്ല, നാറ്റോയ്ക്കകത്തുനിന്ന് തന്നെ ഒരു ചെറിയ ഗ്രൂപ്പ് രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ അവർ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രീൻലാൻഡിനെ പിടിച്ചെടുക്കുന്ന അദ്ദേഹം പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വല്ല രാജ്യങ്ങളും ഇടപെടുന്നു. നമ്മൾ കാണാം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഇടപെടലുകളും നടക്കുന്നില്ല. അതുകൊണ്ട് 750, ഞാൻ പറഞ്ഞല്ലേ 750 സൈന്യ താവളം ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങളുടെ ചെലവിലാണ് അതെല്ലാം അവിടെ എല്ലാം വെച്ചിട്ടുള്ളത്. അവരൊന്നും ഈ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയുന്നവരൊന്നും അവിടെ പറയാൻ കാണത്തില്ല. ബലം നിർണയിക്കുന്നിടത്തേക്ക് നീതിബോധത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മളുള്ളത്. വീണ്ടും ബലം നിർണയിക്കുന്നത് എന്ന് പറഞ്ഞാൽ UN ഉണ്ടാകുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലേക്ക് ബലം നിർണയിക്കുന്നിടത്തേക്ക് മാറിയിട്ടുണ്ട്. അത് സാങ്കേതിക വിദ്യയുടെ വികാസം കൊണ്ടുണ്ടായ ബലമാണ്. അത് അത്ര എളുപ്പമല്ല. ഇത് മനുഷ്യർക്ക് കടക്കാൻ കഴിഞ്ഞാൽ മനുഷ്യരാശി നല്ലവണ്ണം മുമ്പോട്ട് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ ദുരിതം പിടിച്ച ലോകത്തേക്കാണ് പോകുന്നത്.